അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയുവോ? അവരെത്ര വലിയ ഭാഗ്യവാന്മാരാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തരുമെന്ന് അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു നമ്മുടെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയായി ഈ പരീക്ഷണങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാം. നമ്മുടെ ഈമാൻ അള്ളാഹുവിലേക്ക് നമുക്ക് നമ്മുടെ പടച്ച റബ്ബിലേക്ക് മടങ്ങാം. നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കാം. അള്ളാഹുവിൻ്റെ ഗൈബിയായ സഹായം നമുക്ക് ചോദിച്ചു വാങ്ങാം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ രക്ഷപ്പെടണമെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്ത് മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈമാൻ വേണം, അള്ളാന്റെ സഹായം വേണം. പടച്ച റബ്ബിന്റെ സഹായമില്ലാതെ നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവിടെന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരാൾക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല, ഇബാദത്ത് കൊണ്ട് കടക്കാൻ പറ്റൂല. അതിനല്ലേ ചരിത്രം പറഞ്ഞത്, ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്തേ. 500 കൊല്ലം. ഞാനും നിങ്ങൾ ഒരു ദിവസം പോലും ചെയ്യണില്ല. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കടലിൽ, ആ വെള്ളത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ച മനുഷ്യൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്തു. ഉറങ്ങാറില്ല. ഒരു റുമ്മാമ്പഴം കഴിച്ചിട്ട് 500 കൊല്ലം രാവും പകലും ഇബാദത്ത് ചെയ്ത മനുഷ്യൻ നാളെ അള്ളാഹുടെ കോടതി ചെല്ലുമ്പോ അള്ളാഹു പറയുന്ന, ചങ്ങാതി വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിൽ പൊക്കോ. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് പറയാ, നീ വേണമെങ്കിൽ എന്റെ കരുണ കൊണ്ട് നീ സ്വർഗത്തിൽ പോക്കോ. ഈ ചങ്ങാതി പറയത്ര, അള്ളാഹുവേ 500 നിന്റെ കരുണ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ട. 500 കൊല്ലം രാവും പകലും ഒരൊറ്റ റൂമാമ്പഴവും പച്ചവെള്ളവും കുടിച്ചിട്ട് രാവും പകലും 500 കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്തവനാ. ഈ ഇബാദത്തിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നാ മതി. ഓൻ വലിയ കാര്യത്തിൽ പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് പറയാം, അളന്നു നോക്കാൻ. അവിടെ അമലുകൾ അളന്നു നോക്കി, ഒന്നുമില്ല. അവസാനം 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ പോലും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിൽ കടന്നുപോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സ്നേഹവും ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ 5 കാര്യം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 5 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടും. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. സമയം ഏകദേശം 11:30 ആകാറായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. 5 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. എന്തു വേണം? നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയും. ഒരൊറ്റ കാര്യം, ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തു വേണം? വേണോ എന്നുള്ളവരൊക്കെ കൈ പൊക്കിക്കേ. ആ പൊക്കിയ കൈ പോക്കറ്റിട്ട്, ഒരു സദക്ക എടുക്ക്. ബക്കറ്റ് എടുക്കറോ? എല്ലാവരും ആ പൊക്കിയ കൈ നേരെ പോക്കറ്റിന്റെ അകത്തിട്ട് ഒരു സദക്ക ഇട്. ആ സദഖത്തു റദ്ദുൽ ബല. ഞാൻ ഇത്രയും നേരം ഒരു 6-7 പരീക്ഷണങ്ങൾ പറഞ്ഞു. ഈ പരീക്ഷണങ്ങളൊക്കെ വന്നാൽ ക്ഷമിച്ചാ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. ആരാപ്പ ക്ഷമിക്ക? എടാ, പൈസ കടവായി കഴിഞ്ഞാൽ പോയി തൂങ്ങിച്ചാവുക അല്ലേ? കടവായി കഴിഞ്ഞാൽ, സാമ്പത്തികമായിട്ട് തകർന്നു കഴിഞ്ഞാൽ, കച്ചവടം തകർന്ന തൂങ്ങിച്ചാവുക, വിഷമടിക്കുക. ആർക്കാപ്പ ഈമാനുള്ളത്? മൊത്തം തകർന്നു പോകാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബക്കറ്റിന്റെ അകത്തേക്ക് മനസ്സറിഞ്ഞിട്ടൊരു സദക്കയിട്ട, ആ സദഖത്തു റദ്ദുൽ ബല. അള്ളാഹു നിന്റെ വിപത്തുകൾ മുഴുവനും തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണു നിന്റെ ശരീരത്തിലുണ്ടോ? എടാ, അത് അത്ര നല്ല രോഗമല്ല. ഈമാൻ നമ്മളെ കൊണ്ട്, എനിക്കറിയാം, ഞാൻ കണ്ടതാ. അള്ളാഹുവെ പടച്ചവന് മുഖത്തിന്റെ മാംസം നഷ്ടപ്പെട്ടു പോയൊരു സഹോദരൻ, ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുന്ന സഹോദരൻ കാണാൻ പോയപ്പോ അള്ളാഹു എവിടെ നിന്ന് ഭാര്യ കൈകിനെ കെട്ടിയിട്ടിരിക്കുക. ചോദിക്കുമ്പോൾ പറയാ, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തേക്കും ഉസ്താദ്, വേദന സഹിക്കാൻ പറ്റണില്ല. പലരും ആത്മഹത്യ ചെയ്തു പോകുന്നു. അള്ളാഹുവെ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ വന്നുപോയ വല്ലാത്ത പ്രയാസമാ സഹോദര. ആ സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ ബക്കറ്റിന്റെ അകത്തിട്. നിന്റെ സർവ്വ ഷർറും മാറാൻ, നിന്റെ സർവ്വ മുസീബത്തുകളും മാറാൻ, നിന്റെ സർവ്വ പ്രയാസങ്ങളും മാറാൻ, എല്ലാ സിഹറും മാറാൻ മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദഖ